നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുട്ടികൾക്കുള്ളതാണ്. ചെറിയ കുട്ടികൾക്ക് ആർക്കെന്നറിയോ, മൊബൈലിന് അഡിക്റ്റായ, അതായത് മൊബൈൽ കിട്ടാതെ അവർ ഭക്ഷണം കഴിക്കില്ല, അവർ എന്താ പറയുക, മൊബൈലിന് വേണ്ടിയിട്ട് കച്ചറ കൂടുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്, ഒരു അവയർനെസ് വീഡിയോ. കാരണം നിങ്ങളെ മുന്നിൽ ഞാൻ എഹ്സാനെ സമർപ്പിക്കുകയാണ്. സനു അല്ലേ? ആ, അപ്പോൾ ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ദൃഢനിശ്ചയം എടുത്തതാണ്, ഒരു വെറ്റ് വെച്ചതാണ് അല്ലേ, ഞാൻ ഇനി മൊബൈൽ തൊടൂല എന്നുള്ള. അതിപ്പം 8 മാസമായി. അപ്പോൾ അതിൽ കയമ്പുണ്ട്. എങ്ങനെ ആ ബെറ്റിൽ. അപ്പോൾ മൊബൈൽ എപ്പോഴാണ് തൊടൽ? മോൻ്റെ പപ്പ വിളിക്കുമ്പോൾ മാത്രം അല്ലേ? അങ്ങനല്ലേ? എത്ര മാസമായി അപ്പോൾ മൊബൈൽ എടുത്തിട്ട്? 7 അപ്പോൾ 7 മാസം അല്ലേ? ഓക്കെ. അപ്പം അതിന് ശേഷം മൊബൈലൊന്നും കാണില്ല, യൂട്യൂബ്, ഫേസ്ബുക്ക് കാര്യങ്ങൾ ഒന്നും നോക്കില്ല, കാർട്ടൂണ്, ടിൻറ്റുമോ ഒന്നും കാണില്ലല്ലോ. പപ്പ വിളിക്കുമ്പോൾ മാത്രം അല്ലേ? അത്ഭുതം. കാരണം ഇങ്ങനെ ഒരു കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ഇനി കുട്ടികളൊക്കെ എൻ്റെ മാതിരി ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാനിവനെ പരിചയപ്പെടുത്താണ്. അപ്പോൾ നമ്മുടെ സന്നു, എഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്നു, നമ്മുടെ വെന്നിയൂർ സ്വദേശി ആയിക്കോട്ടെ, അവൻ സന്നുവിടെ എന്താ ബാബാൻ്റെ മകളുടെ മകൻ നമ്മുടെ വെന്നിയൂർ സ്വദേശി ഷെരീഫ് ബാബാൻ്റെ, പാറാത്തോട് ഷെരീഫ് ബാബാൻ്റെ പേരക്കുട്ടി മകളുടെ മകനാണ്. ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറയാം. അവന് ഏകദേശം ഒരു 7-8 മാസമായി മൊബൈലിൽ. അതിനെ അഡിക്റ്റായി എന്ന് കൊണ്ട് വേണമെങ്കിൽ പറയാം. കാരണം സ്കൂളിൽ വന്നാൽ അത് ചായ കുടിക്കുമ്പോൾ ചോറൊന്നും എന്തോ വീട്ടിൽ ചീത്ത. എല്ലാ കുട്ടികളും ഇപ്പം അങ്ങനെയാണ്, അതിന് കുട്ടികൾക്ക് വിട്ടുകൊടുക്കുകയാണ് നമ്മൾ. അതെ, അപ്പോൾ അതിനൊക്കെ വേണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് മൊബൈൽ വേണം, ഇത് കാണണം, ഗെയിം കളിക്കണം, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ ക്ലാസ്സിൽ നിന്നാണെ തോന്നുന്നുണ്ട് മറ്റു കുട്ടികളൊക്കെ കൂടി നമ്മൾ മൊബൈൽ ഉപയോഗിക്കേണ്ട, വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിലാണ്ട് പെട്ടുകാണ്ട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് മൊബൈൽ വേണ്ട, പപ്പ വിളിക്കുമ്പോൾ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. ഞാൻ വിളിക്കുമ്പോഴും ചിലപ്പോൾ എടുക്കും, സംസാരിച്ചാൽ അവിടെ കൊണ്ടുകൊടുക്കും. അത് പിന്നെ മൊബൈലിനോടെ ഒരു അലർജിയായി മാറി. ഇപ്പോൾ പിന്നെ ഇവിടെ വന്ന് അങ്ങനെ പഠിക്കുക, പഠനത്തിലിപ്പോൾ കുറേ ഉഷാറായി വന്നു. എത്ര വയസ്സാണ് മോനിപ്പോൾ ഒരു 6 വയസ്സ്, UKG. അതെ, 5 വയസ്സ് കഴിഞ്ഞു, 6 വയസ്സിലൊക്കെ. അപ്പോൾ നമ്മുടെ സന്നു പറയുന്നത് ഇപ്പം 7 മാസം കഴിഞ്ഞു മൊബൈൽ കണ്ടിട്ട്, ഇനി അങ്ങോട്ടും മൊബൈൽ എടുക്കുമോ? ഇല്ല, നിർത്തിയില്ലേ? മൊബൈലിൻ്റെ പരിപാടി തന്നെ നിർത്തി. അപ്പോൾ നമ്മുടെ കുട്ടികളോടൊക്കെ പറയാനുള്ളത്, അതുപോലെ തന്നെ രക്ഷിതാക്കളോടും പറയാനുള്ളത്, ഇതുപോലത്തെ രീതിയിലേക്ക് നമ്മൾ മാറ്റണം. മൊബൈൽ അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഇതുപോലത്തെ ചെറിയ കുട്ടികൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കണമെങ്കിലും ഉറങ്ങണമെങ്കിലും അവരൊന്ന് കുളിക്കണമെങ്കിലും എന്തിനും അവർക്കിന്ന് മൊബൈൽ വേണം. അതിലപ്പുറത്തേക്ക് വലിയ ആളുകളായ നമ്മൾ രക്ഷിതാക്കൾ നമ്മളെന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും ഒരു പണിയെടുക്കണമെങ്കിലും കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും. കാരണം അവരവരോടത്ത് അടക്കിയിരുത്താൻ. അങ്ങനെയാണ് അവർ ഇതിലേക്ക് അഡിക്റ്റാണ്. എന്തായാലും ഈ ഒരു അംഗീകാരം, ഈ ഒരു ദൃഢനിശ്ചയം ഇത് അംഗീകരിക്കാതെ വയ്യ കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് മാതൃകയാണ് നമ്മുടെ സനുവിൻ്റെ മാതിരി ആയിരിക്കണം ഇനി എല്ലാം നമ്മുടെ കുട്ടികളും അല്ലേ? അപ്പോൾ എല്ലാ കുട്ടികളോടും എല്ലാവരോടും എന്താ പറയാനുള്ളത് സനുവിന്? എല്ലാവരും എൻ്റെ മാതിരി ആയിരിക്കണം എന്നല്ലേ പറയാനുള്ളത്? ആരും മൊബൈൽ പറയുന്ന പറഞ്ഞോ, എല്ലാവരും ഫോണും എല്ലാവരും ഫോൺ എടുക്കരുത്, ആവശ്യത്തിന് മാത്രം എടുക്കാം അല്ലേ? വളരെ അത്യാവശ്യം. ഇപ്പോൾ പപ്പ വിളിക്കുമ്പോൾ എടുക്കണം, ആരെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ നമുക്കാണെങ്കിൽ നമുക്ക് എടുക്കാം, അത് കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും അല്ലേ? ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ എല്ലാവരോടും ഹായ് പറയും.